ഹലോ ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ? ഇന്നൊരു കഥ പറഞ്ഞുതരാം. ചന്തു ചേട്ടനും ഓമന ചേച്ചിക്കും 2 പൊന്നോമന മക്കളുണ്ട്, അപ്പുക്കുട്ടനും ചിന്നുമോളും. എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരവരെ വളർത്തിയെടുത്തു. അങ്ങനെ വിവാഹപ്രായം എത്തിയപ്പോ ചിന്നുമോളെ ചന്തുചേട്ടൻ നല്ല ആലോചനയൊക്കെ കണ്ടുപിടിച്ച് നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ചു. ഈ ബഹുത്ത് ബട നല്ല കുടുംബക്കാര് നല്ലത് പറഞ്ഞു തുടങ്ങിയപ്പോ ചിന്നുമോള് വീട്ടിൽ വന്നു. അച്ഛാ അമ്മേ, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല, ഇപ്പൊ ഇതാ അടി ഇടിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ മകൾ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു വീട്ടിൽ വന്നു. മകളെ തിരിച്ചു കൊണ്ടുവരാൻ വരുന്ന മരുമകന് നല്ല കരിമീൻ വറുത്തും ചിക്കൻ വരട്ടിയും മട്ടൻ ബിരിയാണി വെച്ചും ഇവരങ്ങനെ സൽക്കരിച്ചു. എന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ, പെണ്ണായ സഹിക്കണം, പൊറുക്കണം, ഭൂമിയോളം ക്ഷമ വേണം, നീ സഹിക്ക്, ഇതൊക്കെ ഇങ്ങനെ തന്നെയാ. അങ്ങനെ ഇരിക്കെ അപ്പുമോനൊരു കല്യാണം കഴിച്ചു. സംഭവം ലവ് മാരേജ് ആയിരുന്നു. അത് ഈ ചന്തുചേട്ടനും ഓമനേച്ചിക്കും അത്രയ്ക്കങ്ങോട്ട് പറ്റിയില്ല. വന്നു കയറിയ പിറ്റേന്ന് തൊട്ട് മരുമകളോട് ഇവരങ്ങ് തുടങ്ങി കുത്തുവാക്കുകളും പരിഹാസം. ഇങ്ങനെയാണോ മുറ്റടിക്കുന്നേ? ഇങ്ങനെയാണോ പാത്രം കഴുകുന്നേ? ഇങ്ങനെയാണോ നിലം തുടയ്ക്കുന്നേ? എന്താ, നിനക്ക് വെക്കാനും വിളമ്പാനും ഒന്നും അറിയില്ലേ? ഇതാണോ നിന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടേ? നിന്റെ ഇഷ്ടങ്ങളും നീ വീട്ടിൽ നടക്കൂല, അതൊക്കെ നിന്റെ വീട്ടിൽ പോയി ചെയ്യ്. മരുമോള് പെട്ടിയും കിടക്കെടുത്ത് വീട്ടിൽ പോയി. അല്ല പിന്നെ പഠിച്ചു കുട്ടികളെടുത്താ ഇമാതിരി. കഥാന്തത്തിലെ വിഷമം എന്താ വെച്ചാ, മകള് മരുമകന്റെ വീട്ടില് സ്റ്റവ് പൊട്ടിത്തെറിച്ച് മരിക്കുകയും ചെയ്തു. കഥ ഭയങ്കര ക്ലീശയായി പോയില്ലേ? പക്ഷെ ഗുണപാഠം നല്ലതാണ്. അതായത് വേണ്ടവരോട് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങള് വേണ്ട പോലെ പറയണം, വേണ്ടാത്തടത്ത് വായ തുറക്കരുത്.